എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 3-ാമത് വാക്യം. വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ? അല്ല, പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? ചില വാക്കുകൾ നമ്മെ പ്രതിവാദിപ്പാനായിട്ട്, നമ്മെ കോപിഷ്ഠരായി സംസാരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ വാക്കുകൾക്കകത്ത് രേഖപ്പെടുത്തുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അനവധി ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുന്നവരാണ്. ചിലരുടെ വാക്കുകൾ ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും നിഗളത്തോടും കൂടിയ വാക്കുകളാകും. എന്നാൽ മറ്റു ചിലരുടെ വാക്കുകൾ താഴ്മയുടെയും വിനയത്തിൻ്റെയും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായ വാക്കുകളും നാം കേൾക്കാറുണ്ട്. എന്നാൽ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും കേൾക്കുമ്പോൾ അത് നമ്മെ കോപിഷ്ഠരാക്കുകയും അത് നമ്മെ പ്രതിവാദിപ്പാൻ നമ്മെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ കൃത്യമായ വാക്കുകളാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി കടന്നുപോയ ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ അവിടെ നിൽക്കുന്ന അനാക്യ മല്ലന്മാരെ കണ്ടിട്ട് ഇസ്രായേൽ പാളയത്തിലേക്ക് മടങ്ങി വരികയും അവർ പറഞ്ഞതായ വാക്കുകൾ ദുർവർത്തമാനമായിരുന്നു എന്നും ആ വാക്കുകൾ കേട്ട ജനത്തെ വളരെ സങ്കടപ്പെടുത്തുന്നതിനും അവരെ ചൊടിപ്പിക്കുന്നതിനും ഒക്കെ കാരണമായി തീർന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞതായ വാക്കുകൾ നിമിത്തം ജനം മോശയോട് കയർക്കുകയും ഉറക്കം നിലവിളിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ മോശയോട് എതിർക്കുവാൻ കാരണമായി തീർന്നത് അവരെ അതീവമായ ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞത്, പാളയത്തിൽ ആഴമായ നിലവിളി ഉയരുവാൻ കാരണമായി തീർന്നത്, ഉറ്റുനോക്കുവാൻ പോയതായ ആളുകൾ മടങ്ങി വന്ന് പറഞ്ഞതായ അർത്ഥശൂന്യമായ വാക്കുകളാണ്, ദുർവർത്തമാനമാണ് ആ നാശത്തിലേക്ക് പോകുവാൻ കാരണമായി തീർന്നത് എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇയ്യോബും പറയുകയാണ്, വ്യർത്ഥമായ വാക്കുകൾ അത് വല്ലാത്ത പ്രതിവാദത്തിന് കാരണമുണ്ടാകുകയും അത് കോപം ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നാം പറയുന്ന വാക്കുകൾ പ്രതിവാദത്തിന് കാരണമായി തീരുകയോ കേൾവിക്കാരായ ആളുകളെ ചൊടിപ്പിക്കുന്നതിനോ കാരണമായി തീരാതിരിക്കുകയും ദൈവത്തിൽ ആശ്രയം വെച്ച് ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകൾ പറയുവാൻ ഉത്സാഹിക്കുകയും ചെയ്യണമെന്നുള്ള ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ നാളുകൾ വ്യർത്ഥ വാക്കുകൾ വിട്ട്
ആത്മനിറവോടുകൂടി വാക്കുകൾ പറയേണ്ടതിന് നമ്മെ സമർപ്പിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകളല്ല, ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ കോപിപ്പിക്കുന്ന വാക്കുകളുമല്ല. ഞങ്ങളുടെ വാക്കുകൾ ആശ്വാസവാക്കുകളായി തീരുവാൻ സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.